പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 7 ഞായർ. പ്രധാന വാർത്തകൾ. ഒമാനിൽ വിവിധ പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനം ഘട്ടം ഘട്ടമായി പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ വിപണിയിൽ നിരീക്ഷണം ശക്തമാക്കാൻ പരിസ്ഥിതി വിഭാഗം. ആദ്യം ഘട്ടമെന്ന നിലയിൽ ബുറൈമി ഗവർണറേറ്റിൽ പ്രത്യേക സമിതിക്ക് രൂപം നൽകി. ആരോഗ്യ മന്ത്രാലയം, ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം, കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം എന്നീ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന സമിതിയുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തും. പ്ലാസ്റ്റിക് ഫ്രീ ഒമാൻ നടപടികളിലേക്ക് നീങ്ങുകയാണ് രാജ്യം. ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാനാണ് നീക്കം. കഴിഞ്ഞ മാസം മുതൽ ഇറക്കുമതിക്ക് നിരോധനം വന്നിരുന്നു. ഒമാൻ കസ്റ്റംസ് വിഭാഗവുമായി സഹകരിച്ചാണ് നടപടി. നിയമം ലംഘിച്ച് പ്ലാസ്റ്റിക് ഇറക്കുമതി ചെയ്യുന്നവരിൽ നിന്ന് 1000 റിയാൽ പിഴ ഈടാക്കും. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും. ജൂലൈ 1 മുതൽ ഫാർമസികളിലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വന്നിരുന്നു. പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുമാണ് പ്ലാസ്റ്റിക് നിരോധനമെന്ന് പരിസ്ഥിതി വിഭാഗം വ്യക്തമാക്കുന്നു. ഘട്ടം ഘട്ടമായി പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കുക. 2027 ജൂലൈ 1 പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറും. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം ഉത്തരവ് ബാധകമാണ്. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും. കുറ്റം ആവർത്തിക്കുന്നവരുടെ മേൽ പിഴ ഇരട്ടിയാക്കുമെന്നും ഒമാൻ പരിസ്ഥിതി വിഭാഗം അറിയിച്ചു. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണം കൂടി ലക്ഷ്യമിട്ടാണ് വിവിധ സർക്കാർ വിഭാഗങ്ങളുടെ പരിപാടി. വേനൽക്കാല സീസൺ കഴിഞ്ഞതോടെ വിദേശ സന്ദർശനത്തിന് സ്വദേശികളും വിദേശികളും. കഴിഞ്ഞ മാസങ്ങളിലെ നിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 50% വരെ കുറഞ്ഞ നിരക്കിൽ ഇഷ്ടകേന്ദ്രങ്ങളിലേക്ക് ടിക്കറ്റുകൾ ലഭിക്കുന്നതിനാലാണ് ഈ സമയം പലരും യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. ഇത്തരക്കാരെ ലക്ഷ്യം വെച്ച് ട്രാവൽ പാക്കേജുകളുമായി ഏജൻസികളും രംഗത്തുണ്ട്. ഓൺ അറൈവൽ വിസയും സ്റ്റാർ ഹോട്ടലിൽ താമസവും വാഹനവും ഗൈഡും സൗജന്യ പ്രഭാത ഭക്ഷണവും ഉൾപ്പെടുന്ന 3 ദിവസം മുതൽ 5 ദിവസം വരെയുള്ള പാക്കേജുകൾ ലഭ്യമാണ്. ടിക്കറ്റ് നിരക്കിൽ നല്ല ഇളവുകൾ വിമാനക്കമ്പനികളും നൽകുന്നുണ്ട്. ഒമാൻ എയർ, സലാം എയർ, UAE കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ഫ്ലൈ ദുബൈ, എയർ അറേബ്യ എന്നിങ്ങനെയുള്ള വിമാനക്കമ്പനികളും നിരക്കിളവ് നൽകുന്നു. സ്കൂൾ അവധിക്കാലമായ വേനൽക്കാലത്ത് ടിക്കറ്റ് നിരക്ക് ഗണ്യമായ വർധനവിന് സാക്ഷ്യം വഹിച്ച ശേഷമാണ് നിരക്ക് കുറവ് വന്നിരിക്കുന്നത്. അടുത്ത ഒക്ടോബറിലെങ്കിലും ഇടിവ് തുടരുമെന്നാണ് പ്രതീക്ഷ. ഇത് താരതമ്യേന തണുപ്പുള്ളതും ടൂറിസ്റ്റ് ഇഷ്ടകേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് അനുഗുണമായ ഘട്ടമാണെന്നാണ് അവർ പറയുന്നത്. ഈ കാലയളവിൽ യാത്രയ്ക്കുള്ള ആവശ്യം കൂടുതലും ഉണ്ടാകുന്നത് സ്കൂൾ സീസണുമായി ബന്ധമില്ലാത്ത യുവാക്കൾ, വ്യക്തികൾ, കുടുംബങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നാണ്. ടൂറിസ്റ്റുകളായും ചികിത്സ തേടിയും നിരവധി പേർ യാത്രയ്ക്ക് തയ്യാറാകുന്നു. ഇന്ത്യയിൽ മുംബൈ, ഹൈദരാബാദ്, കേരള എന്നിവയും ഇറാൻ, ഈജിപ്ത്, തായ്ലൻഡ് എന്നിവിടങ്ങളിലേക്കും ചികിത്സ തേടി പോകുന്നവരും ഈ സമയമാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. അൽബേനിയ, അർമേനിയ, ഓസ്ട്രിയ, അസർബൈജാൻ, ബോസ്നിയ, ബൾഗേറിയ, ജോർജിയ, സൈപ്രസ്, ഈജിപ്ത്, ഗ്രീസ്, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിങ്ങനെ നിരവധി രാജ്യങ്ങൾ ടൂറിസ്റ്റുകൾക്കായി വാതിലുകൾ തുറന്നിട്ട് കാത്തിരിക്കുന്നുണ്ട്. ടൂർ പാക്കേജിലും അല്ലാതെയും യാത്ര ചെയ്യുന്നവരുമുണ്ട്. ഓൺലൈനിൽ ഹോട്ടൽ ബുക്ക് ചെയ്യുകയും നേരിട്ട് ടിക്കറ്റ് എടുത്തും യാത്ര പോവുകയും ചെയ്യുന്നു. തണുപ്പ് കൂടുതലുള്ള രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ പേർ യാത്ര ചെയ്യുക. മിക്ക രാജ്യങ്ങളിലേക്കും വിസ വിമാനത്താവളങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കും. വിമാന ടിക്കറ്റ് നിരക്കും ഹോട്ടൽ താമസവും പോക്കറ്റിന് ഒതുങ്ങുന്ന തരത്തിൽ ലഭിക്കുമ്പോൾ കുടുംബവുമായി ഒരു വിദേശയാത്ര നടത്തുന്നവർ കൂടി വരുന്നു. റൂവി മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള പിറവി ദിനത്തിൽ വളരെ വിപുലമായി പരിപാടികളുമായി ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. RMA സംഘങ്ങൾക്കുള്ള പ്രിവിലേജ് കാർഡ് ലോഞ്ചിങ്ങും ചടങ്ങിൽ നടക്കും. വിവിധ സ്ഥാപനങ്ങളുടെ ആനുകൂല്യങ്ങൾ RMA അംഗങ്ങൾക്ക് ഈ പ്രിവിലേജ് കാർഡിലൂടെ ലഭിക്കും. നമ്മുടെ നാടിന്റെ ഗൃഹാതുരത്വം തുളുമ്പുന്ന ആ നല്ല നാളേക്ക് തിരിച്ചു പോകുന്ന രീതിയിലുള്ള കായിക മത്സരങ്ങൾ അരങ്ങേറും. മാവേലി എഴുന്നള്ളിപ്പ്, ഓണപ്പൂക്കളം, ചെണ്ടമേളം, തിരുവാതിര,
ഓണപ്പാട്ട്, ഓണസദ്യ, വടംവലി, കുടംതല്ലൽ, വിവിധ നാടൻ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് RMA പ്രസിഡന്റ് ഫൈസൽ ആലുവ, ജനറൽ സെക്രട്ടറി ഡോക്ടർ മുജീബ് അഹമ്മദ്, ട്രഷറർ സന്തോഷ് KR, വനിതാ വിഭാഗം ജനറൽ കൺവീനർ ബിൻസി സിജോ, കമ്മിറ്റി അംഗങ്ങളായ സുജിത് സുഗുണൻ, എബി മുണ്ടായപ്പള്ളി, സച്ചിൻ, വിനോദ് ഷാജഹാൻ എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഒമാൻ തീരത്തോട് ചേർന്ന് കടലിൽ ഭൂചലനം. ഹൈമയിൽ നിന്നും 292 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ആണ് ഇന്നലെ വൈകുന്നേരം ഭൂചലനം റിപ്പോർട്ട് ചെയ്തതെന്ന് ഖാബൂസ് യൂണിവേഴ്സിറ്റി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റിക്ടർ സ്കെയിൽ 3.3 തീവ്രതയിലും 32 കിലോമീറ്റർ ആഴത്തിലും രേഖപ്പെടുത്തിയ ഭൂചലനം പ്രാദേശിക സമയം 6:55 ആണ് അനുഭവപ്പെട്ടത്. മഞ്ഞപ്പട. ഒമാൻ വിംഗ് സംഘടിപ്പിച്ച മഞ്ഞപ്പട സൂപ്പർ കപ്പിൽ മഞ്ഞപ്പട ഒമാൻ FC ജേതാക്കളായി. ആവേശകരമായ ഫൈനലിൽ 1-2 ഗോളുകൾക്ക് യുണൈറ്റഡ് കാർഗോ FCയെയാണ് കീഴ്പ്പെടുത്തിയത്. ഫൈനലിലെ 2 ഗോളുകളും മഞ്ഞപ്പടയ്ക്ക് വേണ്ടി നേടിയ മഹദ് ഫൈനലിലെയും ടൂർണമെന്റിലെയും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അൽ ഹജർ പർവതനിരകളിലും സമീപ പ്രദേശങ്ങളിലും ഇന്നു മുതൽ വ്യത്യസ്ത തീവ്രതയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ മഴ തുടരും. മലയിടുക്കുകളിൽ ജലമൊഴുക്ക് വർദ്ധിക്കാനും വാദികൾ നിറഞ്ഞു കവിയാനും സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും സ്വദേശികളും താമസക്കാരും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 12ാമത് എഡിഷൻ ഗൾഫ് മുനിസിപ്പൽ വർക്ക് സമ്മേളനം ഇന്ന് സൗദി തലസ്ഥാനമായ റിയാദിൽ ആരംഭിക്കും. ദാഖിലിയ ഗവർണർ ഷൈഖ് ഹിലാൽ ബിൻ സഈദ് അൽ ഹജ്രിയുടെ നേതൃത്വത്തിൽ സംഘം സുൽത്താനേറ്റിനെ പ്രതിനിധീകരിക്കും. സുസ്ഥിര നഗരസഭാ സേവനം എന്ന ശീർഷകത്തിലാണ് ഇത്തവണ സമ്മേളനം നടക്കുന്നത്. 3 ദിവസങ്ങളിലായി ചർച്ചകളും മറ്റ് അനുബന്ധ പരിപാടികളും അരങ്ങേറും. നഗരസഭാ സേവനങ്ങൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ ഉൾപ്പെടെ സമ്മേളനത്തിൽ ചർച്ചയാകും. 6 രാഷ്ട്രങ്ങളിലെയും പ്രാദേശിക ഭരണകൂട പ്രതിനിധികൾ സംബന്ധിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.